ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബക്സ മീഡിയ. നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് ജെയ്സൺ ആണ്. ഓക്കെ, എന്താണ് ജെയ്സൺ, എന്തിനാണ് നമ്മൾ ആക്ച്വലി ജെയ്സൺ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എന്താ കണ്ട ഒരു മിനി പ്രൊജക്ട് നമ്മൾ ചെയ്തു അല്ലേ. അതിന് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് TXT ഫോർമാറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ TXT ഫയലിന്റെ ഉള്ളിൽ സേവ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫയൽ എടുത്ത് കാട്ടിത്തരാം. അതായത് ഈ ഒരു ഫയലിന്റെ ഉള്ളിൽ ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ ഡാറ്റ എടുക്കാനും റിട്രീവ് ചെയ്യാനും ഭയങ്കര പാടാണ്. അതായത് ഇങ്ങനെ ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ നമുക്ക് എന്താ പറയുക സ്പ്ലിറ്റ് ഒക്കെ യൂസ് ചെയ്ത് എടുക്കേണ്ടി വന്നു അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഭയങ്കര പ്രോബ്ലം വരും. അതായത് ഇപ്പോൾ നെയിം സ്റ്റോർ ചെയ്യണം, പാസ്വേഡ് സ്റ്റോർ ചെയ്യണം, ഇമെയിൽ സ്റ്റോർ ചെയ്യണം, അങ്ങനെ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു TXT ഫോർമാറ്റ് ഫയൽ ഭയങ്കര എന്താ പറയാ നമുക്ക് പ്രോബ്ലം തരുന്ന സാധനമാണ് അല്ലെ. അപ്പോഴാണ് ജെയ്സൺ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് നമുക്ക് ഉപകാരപ്രദമായി വരുന്നത്. അപ്പോൾ ജെയ്സൺ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അതായത് ജെയ്സൺ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ജെയ്സൺ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ കിട്ടും. ജെയ്സൺ ഈസ് ആൻ ഒബ്ജക്റ്റ് നൊട്ടേഷൻ. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ ആണ് ജെയ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ആക്ച്വലി ഒരു ഡാറ്റ സ്ട്രക്ചർ പോലെയാണ്. ആൻഡ് ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ് അത്. പിന്നെ ഒബ്ജക്റ്റിന്റെ സെയിം മോഡൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ. അതായത് ഡാറ്റ അതിലൊരു കീ വാല്യൂ പേഴ്സ് ആയിട്ടായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുക അല്ലെ. അതായത് ഇത് കീ ആൻഡ് ഇത് കീ ആൻഡ് ഇത് കീ ആൻഡ് റെഡ് ഞാനൊരു യെല്ലോ കളറിൽ കൊടുക്കുന്നത് ഇത് വാല്യൂ, ഇത് വാല്യൂ, ഇത് വാല്യൂ ആൻഡ് ഇത് വാല്യൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ വാല്യൂസ് ആണ്. ഓക്കെ, ഇത് 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 വാല്യൂസ് ആണല്ലേ. അപ്പൊ കീ വാല്യൂ പേഴ്സ് എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഇത് ആക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ കീ ഉണ്ടാവും, അതുപോലൊരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആക്ച്വലി ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ജെയ്സൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ കീക്ക് നമ്മളിവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജെയ്സൺ ആയി ഗൈസ്. ഓക്കെ, കീ ഇങ്ങനെ ഡബിൾ കോട്ട്സിൽ എഴുതാം, നെയിം ഇങ്ങനെ, ഏജ് ഇങ്ങനെ, അതുപോലെ ലൊക്കേഷൻ ഇങ്ങനെ എഴുതിയ ജെയ്സൺ. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ജെയ്സണും എന്താ പറയാ ഒബ്ജക്റ്റ് തമ്മിലുള്ള വ്യത്യാസം. അതായത് കീനെ നമ്മൾ ഒരു സ്ട്രിങ്ങിന്റെ അകത്ത് എഴുതുന്നു. ഓക്കെ, ഞാൻ കാട്ടിത്തരാം. അതായത് ഈ സാധനം ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്, Ctrl+C, ആൻഡ് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഈ ഡാറ്റ തന്നെ നമുക്ക് ഡാറ്റ ജെയ്സൺ ഡാറ്റ. ഓക്കെ, കോൺസ്റ്റ് ജെയ്സൺ ഡാറ്റ ഇക്വൽ ടു ജെയ്സൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പൊ സ്ട്രിങ്ങിഫൈ എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്സൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ ആണ് കേട്ടോ. ജെയ്സൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞാൽ ഒരു കീനെ സ്ട്രിങ് ആക്കും. ഓക്കെ, അതായത് ആ നെയിമിനെ സ്ട്രിങ് ആക്കും, അതുപോലെ ഏജിനെ സ്ട്രിങ് ആക്കും. അതായത് ഇങ്ങനെ ആക്കും ഇതൊക്കെ ഓക്കെ. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ സംഭവം കിട്ടുന്നതാണ് ആക്ച്വലി സ്ട്രിങ്ങിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി കിട്ടുന്ന ആ ഒരു ജെയ്സൺ ഡാറ്റ ഒന്ന് ലോഗ് ചെയ്യും. ജെയ്സൺ ഡാറ്റ കണ്ടില്ലേ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫോർമാറ്റിലുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രിങ്ങിഫൈ ചെയ്ത സാധനത്തിന് എങ്ങനെ നമുക്ക് ഒബ്ജക്റ്റ് ആക്കാന്നാണ്. ഓക്കെ, അതായത് ഒരു ജെയ്സനെ നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് ആക്കാന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോൺസ്റ്റ് ജെയ്സൺ ഡാറ്റ ഈക്വൽ ടു ഈ ഒരു സാധനം കൊടുക്കാം. ആൻഡ് ഇതിങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ കോട്ടിന്റെ ഉള്ളിൽ എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ലിറ്ററൽസിന്റെ ഉള്ളിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ടെംപ്ലേറ്റ് ലിറ്ററൽസിന്റെ ഉള്ളിൽ എഴുതാനായിട്ട് കൊടുക്കുക, Ctrl+X ഉള്ളിൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഇതാക്കാം. അപ്പൊ പാഴ്സ് ചെയ്യാണ് ചെയ്യുക. പാഴ്സ് എന്ന് വെച്ചാൽ ആ കീ ഇപ്പൊ സ്ട്രിങ്ങിലാണ്, ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിലാണ്, ഇത് കണ്ടില്ലേ, സ്ട്രിങ്ങിന്റെ ഉള്ളിലാണ് കിട്ടുന്നത്. അത് ഇതുമാതിരി സ്ട്രിങ്ങിന്റെ പുറത്തേക്ക് ആക്കുന്ന പരിപാടിയാണ് പാഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ഈ ഡാറ്റ ഒന്ന് ലോഗ് ചെയ്യിപ്പിച്ച് നോക്കാം. console log dot data. ഓക്കെ, കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ ഡാറ്റ ഫോർമാറ്റിൽ സംഭവം കിട്ടിയിട്ടുണ്ട്. അതാണ് ആക്ച്വലി പാഴ്സിങ്ങും സ്ട്രിങ്ങിഫൈ എന്നും പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്ട്രിങ്ങിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കീനെ നേരെ ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ സ്ട്രിങ് ഡബിൾ കോട്ട്സിനുള്ളിൽ ആക്കുന്ന പരിപാടിയാണ് സ്ട്രിങ്ങിഫൈ. ഓക്കെ, സ്ട്രിങ്ങിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാല്. അത് കഴിഞ്ഞാല് പാഴ്സിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിങ് ആയിരിക്കുന്ന സാധനത്തെ നേരെ ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കുന്ന പരിപാടിയാണ് പാഴ്സിംഗ്. ഓക്കെ, ഇത് പാഴ്സിംഗ്. ഓക്കെ, മനസ്സിലായി? അതാണ് സ്ട്രിങ്ങിഫൈയും പാഴ്സിംഗ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റാണ്. നമുക്ക് ഇനിയൊരു API എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം.
API നമുക്ക് സാധാരണ ഡാറ്റ കിട്ടുമ്പോൾ, അതായത് ഈ ഒരു റൗട്ടിക്ക് പോയേക്കാം, അതായത് ഒരു JSON ഫോർമാറ്റിലായിരിക്കും ഡാറ്റ കിട്ടും. അതിന്റെ കണ്ടില്ലേ നിങ്ങൾ, ഇതിന്റെ കീ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, അതായത് കീ ഒരു സ്ട്രിങ്ങിന്റെ അകത്താണ്, ഇതൊരു JSON ഡാറ്റയാണ്. അപ്പൊ മനസ്സിലായി നമുക്ക്. നമുക്ക് ഈ സംഭവം JSON വ്യൂവർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഉള്ളിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. നല്ല ഓക്കെ, കണ്ടില്ലേ, ഇതുമാതിരി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കണ്ടില്ലേ, മനസ്സിലായില്ലേ? അതായത് ഇതിന്റെ കീ സ്ട്രിങ്ങിന്റെ അകത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവും, ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിലായിരിക്കും സാധനം ഇരിക്കുന്നുണ്ടാവും. ഇതാണ് ആക്ച്വലി JSON എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഒരു സാധനം ഇനി നമുക്ക് ഇതൊരു ഫയലിന്റെ അകത്ത് നമുക്ക് ഇനി സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അകത്ത് ഈ സാധനം സേവ് ചെയ്യും. ഇന്നലെ ചെയ്ത ഒരു ടെക്സ്റ്റിന്റെ ഉള്ളിൽ സേവ് ചെയ്യുന്നതിന് പകരം ഈ സംഭവം ഫയലിന്റെ അകത്ത് സേവ് ചെയ്യുക. അതായത് നമുക്ക് ഒരു ഡാറ്റ കിട്ടുന്നത് എങ്ങനെയായിരിക്കും, അതായത് ഇങ്ങനെ സ്ട്രിങ് ആയിട്ടായിരിക്കും, അല്ല JSON ആയിട്ടായിരിക്കും നമുക്ക് ഈ ഡാറ്റ കിട്ടുക. ആ JSON നമ്മൾ പാഴ്സ് ചെയ്തതിന് ശേഷം ഈ ഡാറ്റ നമ്മളൊരു ഫയലിന്റെ അകത്ത് സേവ് ചെയ്ത് വെക്കാമെന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റ ഒബ്ജക്റ്റ് രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ അതൊരു JSON എന്ന് പറഞ്ഞ JSON ഫോർമാറ്റിലുള്ള ഫയലിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കുക. അത് നേരെ ഓപ്പോസിറ്റ് കേസാണ്. ഇനി ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്തിടാം, ആൻഡ് ഈ ഒരു മുകളിലത്തെ കോഡ് ഞാൻ അടിയിലേക്ക് എടുത്തിടാം. ആ സിനാരിയോ ഇതാക്കാൻ രണ്ട് സിനാരിയോ കേസുകളും വരും കേസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ വരും ഈ സംഭവം. ഓക്കെ, നമുക്കിപ്പോ സ്ട്രിങ്ങിഫൈ ചെയ്ത ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, JSON ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് FS ഇവിടെ റിക്വയർ ചെയ്യണം. കോൺസ്റ്റ് FS റിക്വയർ FS ഡോട്ട് റൈറ്റ് ഫയല് data.json എന്ന് പറഞ്ഞ ഫയലിലോട്ട് റൈറ്റ് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എറർ ഉണ്ടെങ്കിൽ എറർ കാണിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ചെയ്തു കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു JSON എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്കിയ ഡാറ്റ ഇതുമാതിരി കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ഡാറ്റ ആക്ച്വലി ഒരു എന്താ പറയാ, ഔട്ട് ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് സേവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പൊ അതായത് ഇതിനെ ഇങ്ങനെ അറിയാക്കാം, ഇങ്ങനെ അറിയാക്കിയിട്ട് സേവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം മൊത്തം ഫയലും റൈറ്റ് ആവും. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു ഡാറ്റ മാറ്റിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ പുഷ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഒരു ഡാറ്റയും കൂടി കയറണം. ഓക്കെ, ആ ഒരു സിനാരിയോയിൽ ഇപ്പൊ ഞാൻ സഞ്ജയ് എന്ന് പറഞ്ഞൊരു ഡാറ്റ കയറ്റാണ്. സഞ്ജയ് അതുപോലെ ഏജ് ആണ് 18, അതുപോലെ പ്ലേസ് കേരള. ഓക്കെ, പ്ലേസ് മാറ്റാണ്ട് കേരള എന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഈ ഡാറ്റ ആ ഒരു ഇതിന്റെ ഉള്ളിൽ കയറ്റി വെക്കണം. അപ്പൊ അതിനായിട്ട് നമുക്കിവിടെ ഡാറ്റ ഉണ്ട്. നമ്മളിവിടെ റൈറ്റ് ഫയൽ ചെയ്യുന്നതിന് പകരം നമുക്ക് അപ്പൻഡ് ഫയൽ ചെയ്തിട്ട് അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം റീഡ് ചെയ്യിക്കണം. അതായത് ആ ഒരു ഫയലിനെ റീഡ് ചെയ്യിക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് FS ഡോട്ട് റീഡ് ഫയല് data.json അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പൊ അത് ആദ്യം റീഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ എറർ ഉണ്ടെങ്കിൽ എററും ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ കിട്ടും. ഓക്കെ, അപ്പൊ ഡാറ്റ എന്താ പറയാ, സ്ട്രിങ്ങിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഡാറ്റ JSON ഡാറ്റ ഇപ്പൊ ശരിക്കുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇതിലുള്ള ഡാറ്റ ഡാറ്റയാണ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒറിജിനൽ ഡാറ്റ കിട്ടും. ആൻഡ് ഈ ഒറിജിനൽ ഡാറ്റയുടെ കൂടെ ഈ ഒരു ഡാറ്റ കയറ്റി വെക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് കോൺസ്റ്റ് ന്യൂ ഡാറ്റ ഈക്വൽ ടു എന്താ പറയാ, ന്യൂ ഡാറ്റ ഡോട്ട് പുഷ് ആണ്. ഓക്കെ, ന്യൂ ഡാറ്റ ഈക്വൽ ടു JSON ഡാറ്റ ഡോട്ട് ഡാറ്റ ഡോട്ട് JSON ഡാറ്റ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയറുമെന്നാണ് വിശ്വാസം. നമുക്ക് ലോഗ് ചെയ്ത് നോക്കാം. ന്യൂ ഡാറ്റ. ഓക്കെ, നോക്കട്ടെ, ഒന്നെങ്കിൽ അടിക്കും അല്ലെങ്കിൽ സെറ്റ് ആവും. ഓ മൈ ഗോഡ്, അവിടെ ഈ സാധനം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം നമുക്ക് ഇങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ല. സെറ്റ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പുഷ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഡാറ്റ ഡോട്ട് പുഷ് ഇങ്ങനെ വെച്ചാൽ മതിയാവും എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഡാറ്റ ഡോട്ട് പുഷ്
പുഷ് ജെയ്സൺ ഡാറ്റ. ഇതെന്താണ് ഇതിൽ പുഷ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാല് അതും ഒരു അറയാണ്. അപ്പൊ ഈ ഒരു ഡാറ്റ നമുക്ക് അറയാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇതിന്റെ പ്രോബ്ലം വരുന്നത്. അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്യണം. അതായത് നിങ്ങൾ ഇത് അറേ ആയിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം എന്തായാലും വരും കേട്ടോ. ഓക്കെ, അതായത് ഇതൊരു അറേ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന സാധനം അറയാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താണ്, നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെടുത്ത് ആ ഒരു അറേക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ജെയ്സൺ ഡാറ്റ ഡോട്ട് പുഷ്, ഈ ഒരു ഡാറ്റനകത്തേക്ക് നമ്മൾ പുഷ് ചെയ്യല്ലേ ചെയ്യണ്ട ആക്ച്വലി. ഓക്കെ, അങ്ങനെ വെച്ച് ചെയ്യാം. ആൻഡ് ഇവിടെ സംഭവം സെറ്റ് ആവുന്നതാണ് എന്റെ വിശ്വാസം. കോൺസ്റ്റ് ന്യൂ ഡാറ്റ ഈക്വൽ ടു ന്യൂ ഡാറ്റ കിട്ടണം എന്നതാണ്. ഓക്കെ, 2. ഓക്കെ, അതിന്റെ കൗണ്ട് ആണ് കിട്ടുന്നത് അല്ലെ. ജെയ്സൺ ഡാറ്റ, ഓക്കെ, ജെയ്സൺ ഡാറ്റ ഇങ്ങനെ എടുക്കാം. ഇവിടെ ലെറ്റ് ആക്കാം, കോൺസ്റ്റ് മാറ്റി ലെറ്റ് ആക്കാം. ഓക്കെ, ജെയ്സൺ ഓക്കെ, നോക്കട്ടെ. എറർ. ഓ, ന്യൂ ഡാറ്റ ഇല്ല, ഡാറ്റ ഇവിടെ ഡാറ്റ എന്നുള്ള പേര് മാറ്റാൻ നോക്കുക ഗൈസ്. ഓക്കെ, ഇവിടെ എന്താടാ ചങ്ക് വേണ്ട, ജെയ്സൺ ആകാം. ഇവിടെ ജെയ്സൺ ആകാം. അതാണ് ഇവിടെ കോൺഫ്ലിക്ട് മെയിൻലി നമുക്ക് അടിക്കാനുള്ള കാരണം. ഏത് ഡാറ്റയാണ് എവിടുത്തെ ഡാറ്റയാണെന്നുള്ള യാതൊരു പിടിയില്ല. ഓക്കെ, സെറ്റ് സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്ത് സാധനം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഡാറ്റ ജെയ്സൺ ഡാറ്റ, അതിനോ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതായത് നേരത്തെ നമ്മൾ രണ്ടിനും പേര് ഡാറ്റ വെച്ചുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ അടിച്ചത്. അപ്പോ ആദ്യം നമ്മൾ ആ ഫയൽ റീഡ് ചെയ്തു. ആൻഡ് ആ ഒരു റീഡ് ചെയ്ത ഡാറ്റയുടെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡാറ്റ വെച്ചു. ഓക്കെ, അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് കയറ്റാന്നാണ് പറയാ. അതായത് കഴിഞ്ഞ ഡാറ്റ പ്ലസ് ഈ ഒരു ഡാറ്റ ഇങ്ങനെ വെച്ച് കയറ്റി നമ്മൾ, അല്ലെങ്കിൽ പുഷ് ചെയ്ത് കയറ്റാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു fs ഡോട്ട് ഡാറ്റ ഡോട്ട് ജെയ്സൺ, അതായത് സ്ട്രിംഗിഫൈ ഡാറ്റ. ഓക്കെ, നമ്മൾ ഈ ഡാറ്റനെ തിരിച്ച്, ഓക്കെ, ഇവിടെ വേണമെങ്കിൽ സ്ട്രിംഗിഫൈ ചെയ്യാം. ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്യാം. ഇവിടെ UTF-8 അല്ല, ഒന്നെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ കോൺറ്റ് ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണമെങ്കിൽ ന്യൂ ഡാറ്റ ഈ ഒരു സാധനം ഉള്ളൂ. സിമ്പിൾ ആണ്. അവിടെ വെച്ചാലും വെച്ചില്ലെങ്കിലും കണക്കാണ് കേസ്. ഒക്കെ, ന്യൂ ഡാറ്റ. ഓക്കെ, നമുക്ക് ഈ സാധനം ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മുടെ ഡാറ്റ കഴിഞ്ഞാല് പുതിയ ഡാറ്റ കയറിയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഇനി അടുത്ത ഡാറ്റ കേട്ടണെങ്കിലോ, ഇനി അടുത്ത ഡാറ്റ കേട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ പേര് മാറ്റിടാം. സഞ്ജയ് എന്ന് മാറ്റിയിട്ട് സൗരവ് എന്നാക്കാം. അതുപോലെ ഇതിന്റെ പേര് മാറ്റിയിട്ട് 14. ഓക്കെ, ഇങ്ങോട്ട് റൺ ചെയ്യിക്കാം. പുതിയ ഡാറ്റ വന്നിട്ടുണ്ട്. ഇതുപോലെ ഡാറ്റാസ് പുതിയത് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് സംഭവം. നമ്മൾ അടുത്ത വീഡിയോയില് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അത് ഇച്ചിരി ടഫ് ആയിരിക്കും. നമ്മള് എന്താ പറയാ, ലോഗിൻ പേജ് ഒക്കെ ഡാറ്റാബേസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഫയലിൽ തന്നെ ഈ ഡാറ്റ ഡോട്ട് ജെയ്സൺ എന്ന് പറഞ്ഞ ഫയലിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യാണ്ട് എങ്ങനെ സംഭവങ്ങൾ ചെയ്യാന്നാണ് അടുത്ത വീഡിയോ നോക്കുന്നത്. അപ്പൊ അതിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ റീഡ് ചെയ്തു, അതുപോലെ റൈറ്റ് ചെയ്യാനും പഠിച്ചു. ഓക്കെ, സെറ്റ് അല്ല. അപ്പോ ഒരു ഡാറ്റ റീഡ് ചെയ്ത് എന്നിട്ട് അത് പാഴ്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡാറ്റ കയറ്റി പിന്നെ സ്ട്രിംഗിഫൈ ചെയ്തിട്ട് പിന്നെ ആ ഡാറ്റനെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. ഈ ഒരു കോഡ് വല്ലവർക്കും സംശയം കമന്റ് ചെയ്യാൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ കോഡ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എങ്ങനെ ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യാണ്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നോക്കിയത്. അതുപോലെ ഈ ഒരു റീഡ് ചെയ്ത ഡാറ്റ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഇഷ്ടം പോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എന്താ പറയാ, മാപ്പ് ചെയ്ത് ഇതിന്റെ നെയിം അതുപോലെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. അതായത് വേണ്ട, അത് അടുത്ത വീഡിയോയിലാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ ആൻഡ് ടേക്ക് കെയർ.